well done, Ravi. Very good. Thank you, sir. Please take him to hospital. No, sir. I can manage. No. Please take him, Ravi. Come. Please. Sir? What happened, sir? Rascals, they tried to attack me. நியூஸ் டுடே இன்றைய சூடான செய்தி. கமிஷனர் முத்துலிங்கத்தின் தீரச் செயல், தாக்கப்பட்ட தீவிரவாதிகள் சுட்டுக் கொல்லப்பட்டனர். நியூஸ் டுடே. ഇരിക്കൂ രവി. പോലീസ് കമ്മീഷണർ മുത്തുലിംഗത്തിന്റെ ധീരത, സാഹസികത ക്രെഡിറ്റ് മുഴുവൻ കമ്മീഷണർക്കാണ്. ടെററിസ്റ്റുകളെ മുഴുവൻ കൊന്നൊടുക്കിയതിൽ ചിലർക്ക് സംശയമുണ്ട്. വാട്ട് യു തിങ്ക്? സർ, ആ സമയത്ത് അങ്ങനെ കൊല്ലപ്പെട്ടവർ മുഴുവൻ ബോംബെ അണ്ടർവേൾഡുമായി ബന്ധമുള്ളവരാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. കൊലയും ഡ്രഗ് ട്രാഫിക്കിംഗ് അടക്കം നിരവധി കേസിൽ പിടികിട്ടേണ്ട പ്രതികൾ. ഏറ്റുമുട്ടൽ നടന്നു. 5-8 പോലീസുകാർക്ക് വെടിയേറ്റു. ഒരു ഓഫീസർക്ക് മാരകമായ പരിക്ക് പറ്റി. ഈ സിറ്റുവേഷനിൽ പോലീസിനെ അവരെ കൊല്ലേണ്ടി വന്നു. കമ്മീഷണർ ന്യായീകരിക്കുന്ന അങ്ങനെയാണ്. അവിശ്വസിക്കാൻ ഒക്കുമോ? സർ, പത്രക്കാരെന്ത് പറഞ്ഞാലും ടെററിസ്റ്റുകളെ കീഴ്പ്പെടുത്തിയിൽ രവിയുടെ പങ്ക് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഐ അപ്രീഷിയേറ്റ് യുവർ ട്രൂ ഗ്രേറ്റ്. താങ്ക് യു, സർ. ഇങ്ങോട്ട് പോടാ. നിന്റെയൊക്കെ കണ്ണിൽ പോലീസുകാർ വെറും വാടക കൊലയാളികളാണ് അല്ലേ? രവി, ഞാൻ പറയുന്നത് കേൾക്ക്. നീ ഒന്നും പറയണം. ഇങ്ങോട്ട് പോണം. നിന്നെ ഞാനിന്ന് ഇല്ല, ഇവന്റെ എല്ലാം ഞാൻ ഓടിക്കൂ. നിന്റെ ഭർത്താവിന്റെ സ്പാർക്ക് പത്രം ചെലവാകാൻ ചില കള്ള കഥകളൊക്കെ എഴുതി പിടിപ്പിച്ചത് വായിച്ചില്ലേ സുമതി? സ്റ്റേറ്റ് പോലീസ് ഹയർഡ് കില്ലേഴ്സ് ഓഫ് ഡ്രഗ് മാഫിയ. പോലീസ് കള്ളക്കടത്തുകാരുടെ വാടക കൊലയാളികൾ ആവരുത്, അല്ലേടാ? അതേടാ, സത്യമല്ലേ? എന്ത് സത്യം? They were terrorists, hired killers. സാർ എക്സൈറ്റഡ് ആവാതെ. എത്ര വലിയ കുറ്റം ചെയ്തവരായാലും കസ്റ്റഡിയിലെടുത്ത് കേസ് ചാർജ് ചെയ്യാനേ പോലീസിന് അധികാരമുള്ളൂ. ആയുധം വെച്ച് കീഴടങ്ങിയവരെ എന്തിനു വെടിവെച്ചു? ആയുധം വെച്ചെന്നാ? ആരായി ചേട്ടനെ അനിയത്തി ഇതൊക്കെ പറഞ്ഞ് ധരിപ്പിച്ചത്? രവി ഇവിടെ വന്നിട്ട് 3-4 മാസമല്ലേ ആയുള്ളൂ. ക്ഷമയോടുകൂടി നീ കേൾക്കുമെങ്കിൽ ഞാൻ പറയാം. കൊല്ലപ്പെട്ടത് ബോംബെക്കാരുടെ ശർമ്മയുടെ ഡ്രഗ് മാഫിയ സംഘത്തിൽപ്പെട്ടവരാണ്. ഈ ശർമ്മയുടെ ഒരു റൈവൽ ഗ്രൂപ്പാണ് ഇവിടെ ശക്തിപ്പെട്ടു വരുന്ന RS പാണ്ഡ്യന്റേത്. ഇതിനു മുൻപും പലതവണ അവർ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. 2 ഭാഗത്തും കുറെ പേര് ചത്തു. ആ ഗാങ് വാറിന്റെ തുടർച്ചയാണിത്. പാണ്ഡ്യൻ ഇവിടുത്തെ പൊളിറ്റിക്സിലും ഗവൺമെന്റിലും സ്വാധീനമുണ്ട്, പണമുണ്ട്. അയാൾ പോലീസിനെ വിലക്കെടുത്ത് എതിരാളികളെ കൊല്ലിക്കുകയായിരുന്നു. അതാണ് ഞാൻ എഴുതിയത്. അതാണ് സത്യവും. ഞാൻ അത് വിശ്വസിക്കില്ല. മിസ്റ്റർ ജയദേവൻ, നിങ്ങളുടെ അച്ഛൻ സ്പാർക്ക് വിശ്വനാഥൻ സത്യസന്ധനായ ഒരു പത്രപ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിന്റെ മക്കൾ 2ഉം. പിന്നെ സുമതി ഭർത്താവ് പറയുന്നതിനോടല്ലേ യോജിക്കൂ? അപ്പൊ കുടുംബത്തോടെ ആ വലിയ മനുഷ്യൻ തുടങ്ങി വെച്ച സ്പാർക്കിൽ യെല്ലോ ജേർണലിസം കലർത്തി കരിക്കട്ടയാക്കല്ലേ? അത് ഞങ്ങൾ നോക്കിക്കോളാം. ഓ, സാർ ഒരു സഹായം ചെയ്യോ? എന്റെ കാറിന് ചെറിയൊരു എഞ്ചിൻ പ്രോബ്ലം ഉണ്ട്. എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ നേരായി. എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യോ? പോലീസ് വണ്ടിയിൽ വ്യാജ ഡോക്ടേഴ്സിനെ കയറ്റാൻ പറ്റില്ല. സോറി. എടാ ശരത്, നീ ഇത് വായിച്ചോ? നിന്റെ അച്ഛൻ അണ്ടർവേൾഡ് കിങ് ആണെന്ന്. ആണോടാ? നിന്റെ ഒപ്പം മാഫിയ ചീഫാണോ? RS പാണ്ഡ്യൻ, എ മാഫിയ ഗാങ് ലീഡർ.
bloody shit! What you wrote in this? എന്റെ അപ്പൻ മാഫിയ ഡോൺ. യെസ്. എന്നിട്ട് ആര്? താനാണോ ശരത് പാണ്ഡ്യൻ? യെസ്. കേരള വണ്ടിയില് എന്തിന്? ப்ளீஸ், என் தம்பி அவன் ஃப்ரெண்ட்ஸை லாக்அப்ல வச்சிருக்கியா? சார் அவங்க பத்திரிகை ஆபீஸ்ல போய் யோ, திறந்து வெளியே விடியா? அதப்படி ஏஎஸ்பி சார்ஜ் பண்ண கேஸ் கீழடியா?